ലേണിംഗ് ഇംപ്രൂവ്മെന്റും കൂടെ ഉണ്ട്. അപ്പൊ കളക്ട് ഡേറ്റ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അനലൈസ് ഇറ്റ്, ലേൺ ഫ്രം ഇറ്റ്. പിന്നെ എ എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഇന്റലിജൻസ് ആണ്, ടെക്നോളജിയാണ്, ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. AI തിയറി ആൻഡ് ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ബോത്ത് മെഷീൻ ആൻഡ് സോഫ്റ്റ്വെയർ, അത് വെച്ചിട്ടാണ് ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത്. ബ്രോഡ് റേഞ്ച് ഓഫ് ഡൊമൈൻസ് ഉണ്ട് അതിന്, എവറി ഫീൽഡ് ഇൻ ദ ഫ്യൂച്ചർ. Overall, it is a core idea. It is to build a machine and algorithm, human-like brain. ഇത് ഹ്യൂമൻ ഇന്റലിജൻസിനെ മെമിക് ചെയ്യും, സോൾവ് ചെയ്യും റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഡേറ്റ അൽഗോരിതം കൂടെ ചേർന്നതാണ് AI മെഷീൻ. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പല മേഖലകള് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും. ഹെൽത്ത് കെയറിൽ, ബിസിനസ്സിൽ, ധാരാളം മേഖലകളിൽ, സ്പേസ് ഇന്നോവേഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഗെയിമാണ്, റോക്ക് പേപ്പർ സിസർ. എനിക്ക് ഗെയിം അറിയാൻ തോന്നുന്നു അല്ലേ? അറിയാം ഇതല്ലേ ഈ ഗെയിം? ഇതിന്റെ സൈറ്റിൽ പോയാൽ ഈ സൈറ്റിന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ AI ആയിട്ട് കളിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ആ വിരൽ ഇങ്ങനെ രണ്ടെണ്ണം കാണിക്കുമ്പോൾ സിസറായിട്ടും, കൈ പരത്തി കാണിക്കുമ്പോൾ, വിടർത്തി കാണിക്കുമ്പോൾ അത് പേപ്പറായിട്ടും, ചുരുട്ടി കാണിക്കുമ്പോൾ അത് റോക്കായിട്ടും. അത് പേപ്പർ ഒരാൾ കാണിക്കുകയും മറ്റൊരാൾ സിസർ കാണിക്കുകയും ചെയ്ത സിസർ കയ്യിൽ കാണിക്കുന്ന ആൾ ജയിച്ചല്ല, അങ്ങനെയല്ലേ? അപ്പൊ അത് നമ്മള് AI ആയിട്ട് കളിക്കുന്നതാണ്. ഈ AI ആയിട്ട് കളിക്കുന്ന ഒരു ലിങ്ക് ഇത് കേട്ടാ. ഇവിടെ ഒരു HTTPS നെക്സ്റ്റ് റോക്ക് പേപ്പർ സിസേഴ്സ് എന്ന് പറഞ്ഞ ഒരു AI കൊടുത്തിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടില്ലേ? അത് ആ AI ആയിട്ട് കളിക്കുന്നതാണ് ആ ലിങ്ക്. പിന്നെ ടൈപ്പ് എ ലിങ്ക് ഗിവൺ ഇൻ ദ ലിങ്ക് ലോഞ്ച് എക്സ്പെരിമെന്റ് ഓപ്ഷൻ ടു സ്റ്റാർട്ട് ദ ഗെയിം. ഇത് നമ്മൾ ചെറുതായിട്ട് നോക്കിയതാന്ന് തോന്നുന്നു. ഇത് ആ സെമാറ്റിക്സ്, അതായത് വേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനത്തെ ഒരു ഗെയിം. പിന്നെ ക്വിക്ക് ആൻഡ് ഡ്രോ എന്ന് പറയുന്നത്, ഇത് നമ്മൾ വരയ്ക്കുന്ന ഏതാണെന്ന് ഐഡന്റിഫൈ. ടൈപ്പ് ദ ലിങ്ക് ആൻഡ് ക്ലിക്ക് ലെറ്റസ്റ്റ് ഡ്രോ ഓപ്ഷൻ ടു സ്റ്റാർട്ട് ദ ഗെയിം. അപ്പൊ 2-3 AI ഗെയിമിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മളോട് ഒരു ഗെയിമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം മൂന്ന് റൂൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന റൂൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെയർ ആയിരിക്കണം, നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കണം. അങ്ങനെയുള്ള ചില റൂളുകളാണ് നമ്മൾ ഒരു ഗെയിമിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ 3 ഡൊമൈൻസ് ഓഫ് AI എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് ഡേറ്റ ഫോർ AI. ഇതാണ് 3 ഡൊമൈൻ AI ആയിട്ട് ബന്ധപ്പെട്ടത്. AM ഗെയിംസ് ഫോം. അപ്പൊ ഇതില് ഗെയിം ബേസ്ഡ് ഓൺ ഡേറ്റ ഫോർ AI where the machine tries to predict the next move of the participant. It is a replica of basic rock paper scissors game where machine tries to win ahead by learning from participants previous moves. അപ്പൊ ഇത് നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അല്ല, കമ്പ്യൂട്ടർ ഇത് ഈ ശരിക്കും പറഞ്ഞ ആ രണ്ടാമത്തെ സെമാൻട്രിക്സ് എന്ന് പറഞ്ഞത് NLP ആയിട്ട് ബന്ധപ്പെട്ട ഈ സെറ്റ് ഓഫ് വേർഡ് അസോസിയേഷൻ പവേർഡ് ആണ്. അതേപോലെ തന്നെ ഈ ക്വിക്ക് ഡ്രോ എന്ന് പറയുന്നത് ഗൂഗിൾ ദ ചലഞ്ചസ് പ്ലേയേഴ്സ് to draw a picture of an object or idea and then use neural network artificial intelligence to guess what is the drawing represents. You have 60 minutes before they insert a virus into every electronic device in the world. We will work in a group of 4 to 5 students now. Whether you are ready or not, the countdown is going to start now. Grab a seat in front of the computer and start your challenge. അതെന്താന്ന് നോക്കാം നമുക്ക്. ഇതാ ആ ഗെയിമിന്റെ here are some visuals that help you guess game you are going to play. Have you tried it before? അത് നമ്മൾ നോക്കിയതാ. Write 3 things you learned from the game. ആ ഗെയിമിൽ നിന്ന് 3 എണ്ണം പഠിച്ചത് എന്താണ്. പിന്നെ സെമാട്രിക്സ്, mention 3 things you understood from the game. Anyway, നമുക്ക് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ വിഷൻ, അത് ഇമേജും വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട ഡൊമൈനാ പറയുന്നത്.
നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഭാഷയാണ്. അത് കോംപ്രിഹെൻഡ് ചെയ്യും, ജനറേറ്റ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. അത് വെച്ച് നമുക്ക് ഡ്രോ ഇൻസൈറ്റ് ന്യൂമറിക്കൽ ടാബുലർ ഡാറ്റ. ഇതാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ടേക്ക് അവേ ഇതാണ് ഇതിനകത്ത്. കമ്പ്യൂട്ടർ വിഷൻ NLP സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. പിന്നെ നമുക്ക് ഈ ഫേസ് ലോക്ക് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ കാര്യം അറിയാം. ഫോൺ ഐഡന്റിഫൈ ചെയ്യാണത്. പിന്നെ ഈ സിരി, ആമസോൺ, അലക്സ എന്നൊക്കെ പറഞ്ഞ സ്മാർട്ട് അസിസ്റ്റൻസിനെ കുറിച്ച് നമുക്കറിയാം. ഈ ഫ്രോഡ് റിസ്ക് ഡിറ്റക്ഷനിൽ ധാരാളം വലിയ അളവിൽ നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ പറ്റും. അത് വെച്ച് ബാങ്കുകളുടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ അവരുടെ നഷ്ടം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. മെഡിക്കൽ ഇമേജിനിങ്ങിൽ നമ്മൾ സാധാരണ എക്സ്റേ അങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് 2D ആണ്. ഇവിടെ നമുക്ക് 3D പോസിബിൾ ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അത് AI അഡ്വാൻസ്മെന്റ് കൊണ്ട് വന്നതാണ്. AI domains interrelated, natural language processing, computer vision, AI quite distinct from each other. To understand AI, we draw an analogy from the 3 strands. ഒരു അനലോഗി പറയാം. അതൊരു 3 സ്ട്രാൻഡ് ചേർന്നതാണ് ഒരു AI. അത് മൂന്ന് ചരടുകൾ ചേർന്ന ഒരു റോപ്പാണ് AI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ക്വിസ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളിത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോ പ്രൊഡക്ടിവിറ്റി, ടീം വർക്ക്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കറിയാവുന്ന ഏത് പ്രോജക്റ്റും അതിന് പ്രോബ്ലം സ്കോപ്പിംഗ്, ഡേറ്റ അക്വിസിഷന്, ഡേറ്റ എക്സ്പ്ലോറേഷന്, മോഡലിംഗ്, ഇവാലുവേഷൻ, ഡിപ്ലോയ്മെന്റ് നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ കൊള്ളാം. ഇത് ഇപ്പോ ഇതിൽ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ പ്രോബ്ലം സ്കോപ്പിങ്ങും, ഡേറ്റ അക്വിസിഷനും, ഡേറ്റ എക്സ്പ്ലോറേഷനും, മോഡലിംഗ്, ഇവാലുവേഷനും, ഡിപ്ലോയ്മെന്റും പറയാൻ പറ്റുമോ? ഇപ്പൊ പറയണ്ട, ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് ഋതുലിന്റെ പ്രോജക്റ്റിന്റെ പ്രോബ്ലം സ്കോപ്പിംഗ് എന്താ, നിങ്ങൾ എന്ത് പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നു, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്ത് എന്തിലെത്തി, എന്നിട്ട് ഏത് മോഡൽ അപ്ലൈ ചെയ്തേ, അത് ഇവാലുവേറ്റ് ചെയ്തല്ലോ അല്ല, പിന്നെ അത് ഡിപ്ലോയ് ചെയ്യുന്ന കാര്യം. ഈ കാര്യങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂനോ വൈവയ്ക്കോ ഒക്കെ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ ഏത് പ്രോജക്റ്റ് നന്നായി പറയാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞതാ, ഒരു പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളിത് പറഞ്ഞായിരുന്നോ? പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന 60 ലക്ഷം 6 മില്യൺ ലോക്കൽ ഫാർമേഴ്സിനെ അഫക്ട് ചെയ്യുന്നതാണ്. ആ പെസ്റ്റിന്റെ പടം എടുക്കും അത് മൊബൈലിൽ, എന്നിട്ട് ആ മൊബൈലിലെ പടം വെച്ചിട്ട് ഇത് പറയും ഇത് ഉദ്ദേശിച്ച ആ പെസ്റ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ ഏത് അളവിലാണ് ആ പെസ്റ്റിസൈഡ് അടിക്കേണ്ടത്, അങ്ങനെ പറഞ്ഞ് കൃഷിക്കാരനെ സഹായിക്കുന്ന ഒരു AI കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഇമേജ് ഓഫ് ദി പെസ്റ്റ്, ഫാർമറിന്റെ പേര്, വില്ലേജ് നെയിം, ഫാം സൈസ്, പെസ്റ്റിസൈഡ് യൂസേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യും. ഡേറ്റ അക്വിസിഷൻ അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ പിങ്ക് ബോൾ വേം ഇൻഫെസ്റ്റേഷൻ, അതാണ് ആ കൃമി, ആ പെസ്റ്റ് അതാണ്. നമുക്കറിയാം പെസ്റ്റിസൈഡ് ഒക്കെ വേണ്ട അളവിൽ ഉപയോഗിക്കാവും, കൂടിക്കഴിഞ്ഞാൽ വലിയ എൻവറോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അതിൽ നിന്ന് അവരൊരു മോഡല് പെസ്റ്റ് മാനേജ്മെന്റിന് സെലക്ട് ചെയ്തു. അത് ഏതാണ്ട് 70% കറക്റ്റാണ്. കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അത് അവർ ഡിപ്ലോയ് ചെയ്തു. അപ്പോ അതിന്റെ ഒരു ആപ്പാണ് ഇത്, കോട്ടൺ ഏസ് ആപ്പ്. ഇത് ഓൾറെഡി ഈ ആപ്പ് വർക്കിങ്ങിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു ലൈവ് ഡേറ്റ തന്നെയാണ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിനെ കുറിച്ച്. ഇവർക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ അവരുടെ കൃഷിക്കാരന്റെ മാർജിൻ ഓഫ് പ്രോഫിറ്റ് 26% ആ പെസ്റ്റിസൈഡിന്റെ കോസ്റ്റ് ആയതുകൊണ്ട് 32% കുറയ്ക്കാൻ കഴിഞ്ഞു. ഇത് ലൈവായിട്ടുള്ള പ്രോജക്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അത്രയും ഒരു ലാഭം അവർക്ക് ഈ AI പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാക്കി. ഇവിടെ കുറച്ചുകൂടെ 6 സ്റ്റേജ് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം സ്കോപ്പിംഗ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ഔട്ട് എ പ്രോബ്ലം, ഇറ്റ് ഈസ് ഹാർഡ് ടു ഡിറ്റക്ട് ദ ഇൻസെക്ട് വിഷ്വലി ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ദം.
ആ പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ആ ഇൻസെക്റ്റിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് പ്രോബ്ലം സ്കോപ്പിംഗ്. അതിൽ ആ നീഡഡ് ആയിട്ടുള്ള ഡേറ്റ ഫാർമേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്തു. ആ ഡിസീസ്ഡ് കോട്ടൺ പ്ലാന്റിന്റെ പടങ്ങളും ഒക്കെ, എന്നിട്ട് എക്സ്പ്ലോറിങ് ആൻഡ് പ്ലേയിങ് വിത്ത് ദ ഡേറ്റ ടു അണ്ടർസ്റ്റാൻഡ്, അത് വെച്ച് എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് ക്രിയേറ്റിംഗ് ആൻ AI മോഡൽ ഉണ്ടാക്കി അവരുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നത്, എന്നിട്ട് ടെസ്റ്റ് ചെയ്തു, ഇംപ്രൂവ് ദ AI മോഡൽ, ഇവാലുവേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തു യൂസിങ് AI മോഡൽ. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ പ്രോജക്റ്റും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, മോർ കൺവിൻസിബിൾ ആയിരിക്കും. പിന്നെ ഇത് എഫിഷ്യന്റ് ആണ്, AI സൊല്യൂഷൻ ഫാസ്റ്റർ ആൻഡ് വിത്ത് ലെസർ എഫേർട്ട്. എന്താണ് AI പ്രോജക്ട് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ടു ക്രിയേറ്റ് ബെറ്റർ AI സൊല്യൂഷൻ ഈസിലി, അതാണ് കാര്യം. മോഡുലാരിറ്റി ആണെങ്കിൽ നമുക്കറിയാം, ബ്രേക്ക് ദ പ്രോസസ് ഇൻ സ്മാളർ പാർട്സ് ആണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. അപ്പൊ ഇവിടെ വരുന്ന ഒരു കൺക്ലൂഷൻ, ഗ്രേറ്റർ എഫിഷ്യൻസി ഇംപ്ലൈസ് ദാറ്റ് ദ സൊല്യൂഷൻ ക്യാൻ ബി ഡെവലപ്ഡ് faster and in more convenient way. Modularity, the complex problem of cotton disease and the process of making solution broken down into simpler steps. അത് പറഞ്ഞു നമ്മൾ പ്രോജക്ട് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു. പ്രോബ്ലം സ്കോപ്പിംഗ്, അപ്പൊ ഇതാണ് ഞാൻ ഇതിനോട് പറഞ്ഞത്. അക്കോർഡിംഗ് ടു യുവർ ഡെസ് പ്രോബ്ലം സ്കോപ്പിംഗ് മീൻ, പ്രോബ്ലം സ്കോപ്പിംഗ് എന്താന്ന് പറയുക. ഇവിടെ പ്രോബ്ലം സ്കോപ്പിംഗ് സ്റ്റുഡന്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ് ടു 4 Ws. ഈ 4 W എന്ന് പറയുന്ന 4 വാക്കാണ്. ആ 4 വാക്കെന്ന് പറയുന്നത് ഇതാണ്: ഹൂ, വാട്ട്, വേർ, വൈ. ഇത് ഇതിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് നമ്മളൊരു AI പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നതിന്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞെങ്കിൽ നമുക്കിതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 4 W നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരണം. ഇത് ആർക്ക് ആണ് പ്രയോജനപ്പെടുന്നത്? അതാണ് ഹൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ 4 ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കൃത്യമായി ഒരു കാര്യത്തിൽ കിട്ടുവാണെങ്കിൽ നമ്മളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, നമ്മുടെ പ്രോജക്റ്റിന്റെ തുടക്കവും കറക്റ്റ്. ഇപ്പൊ ഇവിടെ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരാണ്, കോട്ടൺ കർഷകരാണ്, ആ പരുത്തി കർഷകരാണ് ഹൂ എന്ന് പറയുന്നത്. ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ്. അതാണ് അവിടുത്തെ ഹൂ, അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. വാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്, ആ പെസ്റ്റിന്റെ പ്രോബ്ലം ആണ് അവരുടെ പ്രോബ്ലം. വാട്ട്. വേറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിളയെടുക്കാറാവുമ്പോൾ അതെല്ലാം നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. ആ ലൊക്കേഷനാണ്, ആ കൃഷി സ്ഥലമാണ് വേർ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെസ്റ്റ് അവരുടെ വിളയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ 4 ക്വസ്റ്റ്യൻ നമുക്ക് ഹൂവും 4 W ആൻസർ പറയാൻ പറ്റുവാണെങ്കിൽ ഏത് പ്രോജക്റ്റിന്റെയും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഏത് പ്രോജക്റ്റ് എടുക്കുമ്പോഴും നമുക്ക് ഈ 4 W കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. അതൊരു വെൽ ബിഗൻ ആയിരിക്കും. നമുക്ക് പ്രോബ്ലം അറ്റ്ലീസ്റ്റ് എന്താണെന്ന് അറിയായിരിക്കും. അപ്പോ 4 Ws പ്രോബ്ലം ക്യാൻവാസ് എന്നാണ് ഇതിന് പറയുന്നത്. അത് പറഞ്ഞു, നമ്മൾ പ്രോബ്ലം ക്യാൻവാസ് പറഞ്ഞു. ഇത് ഏതാണ്ട് 16, ഇവിടെ താഴെ 17 ഈ കളത്തിൽ 16 ഉള്ളൂ. ഇത് ഏതാണ്ട് ആയിട്ട് ബന്ധപ്പെട്ട കുറെ മേഖലകളുടെ ഒരു സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എണ്ണിയ 16 ഉള്ളൂ, പക്ഷെ താഴെ 17 എന്നാണ്. You can either select any one of these. You can think one of your own for our option. You can also refer 17 sustainable development goals. അവിടെ ഒരു 17 ഡൊമൈനുകളെ കുറിച്ച്, 17 മേഖലകളെ കുറിച്ച്, അതിലെ പ്രോബ്ലത്തിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. അത് 16 ഉള്ളു ശരിക്കും പറഞ്ഞു. അപ്പൊ അഗ്രികൾച്ചറില് അതിന്റെ ടോപ്പിക്, തീം അങ്ങനെ എഴുതാനായിട്ടുള്ള ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിവിടെ പറഞ്ഞു. നമ്മള് ഇവിടെ തീം എന്താണ്, ടോപ്പിക് എന്താണ്, ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് എന്താണ്, അതിൽ നിന്ന് നമ്മൾ ഒരു പ്രോബ്ലം എടുത്തിട്ട് AI സൊല്യൂഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 4 WS പ്രോബ്ലം ക്യാൻവാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൂ എന്താണ്, വാട്ട് എന്താണ്, വേർ എന്താണ്, വൈ എന്താണ്. ഇത് നമ്മളുടെ പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. കേൾക്കുന്നുണ്ടോ?
ഋതുലേ ഉം, ബ്രോ കേക്കാം. ഇത് കേക്കാം. അപ്പോ ഇത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഇത് ഉം, ഫില്ല് ചെയ്ത നമുക്ക് ഏത് പ്രോബ്ലത്തിന്റെയും സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫാർമേഴ്സ് ആണ്. ആസ് എ പ്രോബ്ലം ഉം, ദാറ്റ് അവർക്ക് ആ പെസ്റ്റിന്റെ പ്രോബ്ലം ഉണ്ട്. വെൻ അതിന്റെ കണ്ടക്ട് സിറ്റുവേഷൻ, വെൻ ദേവർ ഗോയിങ് ഫോർ വിളവെടുക്കുന്ന സമയത്ത്, ആ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, വെൻ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പെസ്റ്റിസൈഡ് വേണ്ട അളവിൽ അടിക്കാൻ പറ്റുക എന്നുള്ളതാണ് ബെനിഫിറ്റ് ഓഫ് സൊല്യൂഷൻ ഫോർ. അപ്പൊ ഇവിടെ ഈ നാല് ബോക്സിൽ കൂടെ നമുക്ക് ഏത് പ്രോജക്റ്റും പറയാൻ പറ്റും, അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റിന്റെയും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ഒരു വലിയ ഭാഗം കഴിഞ്ഞു എന്നാണ്, അല്ലെ? ഒരു പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കൃത്യമായി പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലം എന്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൊല്യൂഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അവർ ഫാർമേഴ്സ് ആണ്, കോട്ടൺ ക്രോപ്സ് ഗോട്ട് ഇൻഫെക്റ്റഡ് വിത്ത് പെസ്റ്റ് പിങ്ക് ബാൽവോം. അതാണ് പ്രോബ്ലം. ഓൺ ദ ക്രോപ്പ് ഫീൽഡ്, അത് ആ വയലിലാണ് സംഭവിക്കുന്നത്, ആ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് സംഭവിക്കുന്നത്. അവിടെ കറക്റ്റ് എമൗണ്ട് പെസ്റ്റിസൈഡ് മനസ്സിലാക്കണം, അതിന് ഏത് സമയത്താണ് അത് സ്പ്രേ ചെയ്യേണ്ടതെന്ന് അറിയണം. അത് പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയറിനെ കൂട്ടും. ഇങ്ങനെ നമുക്ക് ഏത് പ്രോജക്റ്റ് എഴുതാൻ പറ്റണം, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതൊരു റിവിഷൻ ഇത് പറയുന്നത്. പിന്നെ ഡേറ്റ അക്വിസിഷൻ ആണ് ഇന്ററാക്റ്റീവ് സെഷൻ സിസ്റ്റം മാപ്പ്. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വാട്ട്, വേറെ, വൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏതൊരു കണ്ടക്സ്റ്റിലും നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി നമ്മൾ നോക്കുന്നത് ഡേറ്റ അക്വിസിഷൻ. ഇവിടെ ട്രെയിനിങ് ഡേറ്റയുണ്ട്, ടെസ്റ്റിംഗ് ഡേറ്റയുണ്ട്. അപ്പോ ടെസ്റ്റിംഗ് ഡേറ്റയെ കുറിച്ചും ട്രെയിനിങ് ഡേറ്റയെ കുറിച്ചും നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റണം. ഡേറ്റ അക്വിസിഷൻ വി ഹാവ് അത് പറഞ്ഞു. ഇത് നമുക്ക് സാധാരണഗതിയിൽ ഡേറ്റ കിട്ടുന്ന സ്ഥലങ്ങളാണ് സർവേസ്. നമ്മൾ നേരിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കൂടെ കാര്യം മനസ്സിലാക്കുക. വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന വെബ് സ്ക്രാപ്പിംഗ് ആണ്. സെൻസർ വഴി കിട്ടുന്നത്, ക്യാമറ വഴി കിട്ടുന്നത്, ചില നമ്മളുടെ നിരീക്ഷണത്തിൽ കൂടെ കിട്ടുന്നത്, APIസിൽ കൂടെ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡേറ്റ കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു നമ്മൾ. ഇവിടെ ഒരു സിസ്റ്റം മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. A system map shows the components and boundaries of a system and the components of the environment at a specific point in time. പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? Relating the concept of our module. If a person received 200% increment in a month, then this change in the salary would affect prediction of his future salary. The more the increment of a water cycle is very simple to understand. അവിടെ ക്ലൗഡ്, സ്നോ, അണ്ടർഗ്രൗണ്ട്, സോയില്, ഇവിടെ ഇതാണ് മാപ്പ് നമ്മുടെ ഉദ്ദേശം. അപ്പോ ഇതിനകത്ത് ഒരു പ്ലസും മൈനസും ഒക്കെ ആ മാപ്പിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് കൊടുക്കുവാണെങ്കിൽ അത് ആ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റതും അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. അതായത് സ്നോ കൂടുവാണ്, റിവേഴ്സ് കൂടും, അനിമൽസ് കൂടും. അത് മൈനസാ കൊടുക്കുന്നെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അങ്ങനെയാണ് ഈ പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം മാപ്പ് ഫോർ വാട്ടർ സൈക്കിൾ ആണ്. അപ്പോൾ സ്നോ കൂടുകയാണെങ്കിൽ ക്ലൗഡ് കൂടുകയാണ്, സ്നോ കൂടും. സ്നോ കൂടുകയാണ്, റിവേഴ്സിൽ വാട്ടർ കൂടും. അപ്പോൾ അതുവഴി അനിമൽസ് അങ്ങനെയുള്ളത് കൂടും. അത് ഇങ്ങനെ എവിടെയെങ്കിലും നെഗറ്റീവ് വരികയാണെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നാണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പം സിസ്റ്റം മാപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റിവിഷൻ ടൈം. ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. How will you differentiate between training data and testing data? Name various methods of collecting data. അത് നമുക്കറിയാം, നമ്മൾ വെബ് സ്ക്രാപ്പിംഗ് അങ്ങനെയുള്ളത് കണ്ടു. What must you keep in mind while collecting data so it is useful? Imagine you are responsible to enable farmers from a village to take their produce
the market for sale. Can you draw a system map that encompasses all the steps and factors involved? Name a few government websites from where ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലേ? ഹലോ ഋതുലേ, ഈ ട്രെയിനിങ് ഡേറ്റയും ടെസ്റ്റിംഗ് ഡേറ്റ ട്രെയിനിങ് ഡേറ്റയും ടെസ്റ്റിംഗ് ഡേറ്റയും നമ്മൾ ഡിഫറൻഷിയേഷൻ പറയാവോ? ട്രെയിനിങ് ഡാറ്റ എന്ന് വെച്ചാല് നമ്മളെ മോഡല് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഡാറ്റാസ്, മോഡലിനെ നമ്മളെ ഒന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ടെസ്റ്റിംഗ് വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മോഡലിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ ഡേറ്റകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? ട്രെയിനിങ് ഡാറ്റ ലേബിൾഡ് ആയിരിക്കും, ടെസ്റ്റ് ഡാറ്റ അൺലേബിൾഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസം? അത് വ്യത്യാസം ഉണ്ടാവും. ബാക്കി മെയിൻ ഡിഫറൻസ് ഇതല്ലേ ലേബിൾഡ് അൺലേബിൾഡ്. Name various methods of collecting data. For each method, can you name at least one project in which you may use this method of data collection? Various methods of collecting data നമുക്ക് അറിയാം. What must you keep in mind while collecting data so it is data കറക്റ്റ് ആയിരിക്കണം അല്ലേ? അത് ഡേറ്റ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്. Imagine you are responsible to enable farmers from village to take their produce to the market for sale. Can you draw a system map? ഇത് വരയ്ക്കാൻ പറ്റുമോ? നാലാമത്തെ ക്വസ്റ്റ്യൻ വരയ്ക്കാൻ പറ്റുന്നതാണോ? നമുക്കൊരു കാര്യം വേണേ ചെയ്യാൻ. ഞാൻ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുമോ ഇത്? നോക്കേണ്ടി വരും. അല്ല, ചെയ്യാൻ പറ്റുന്നതാണോ? ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, എന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഞാന് ഇത് ജെമിനി എടുത്തു. സ്ക്രീൻ മാറ്റിയാ? അല്ല, അത് ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം ഞാൻ എന്റെ സ്ക്രീൻ മൊത്തം കാണുന്നല്ലേ ചെയ്യുന്നത് അല്ലേ? മൊത്തം ഇല്ല, ഇപ്പൊ നേരത്തെ PDF തന്നെ ഉള്ളേ. അവിടെയാണോ ഉള്ളേ? അതായത് ഇപ്പൊ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളു, 10 മിനിറ്റും കൂടെ ഉള്ളു. ഒന്ന് ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെക്കാം. Imagine you are responsible to enable farmers from a village to take their produce to their market for sale. അവര് ഉൽപ്പാദിപ്പിച്ചത് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കണം എന്നല്ലേ അർത്ഥം? Imagine you are responsible to enable farmers from a village to take their produce to the market for sale. അവര് മാർക്കറ്റിൽ എത്തിക്കണം. Can you draw a system map that encompasses all the steps and factors involved? അതിന്റെ സിസ്റ്റം മാപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജെമിനി എടുത്തു. ഞാൻ ജെമിനി എടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഷെയർ ചെയ്യണോ? മൊത്തത്തിൽ സ്ക്രീൻ ഷെയർ ചെയ്യണം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് എന്താ? ഇപ്പൊ മറ്റേ ക്വസ്റ്റ്യൻ തന്നെയാണോ കാണുന്നത്? ജെമിനിയുടെ ഇന്റർഫേസ് അല്ല കാണുന്നത്, ആണോ? ജെമിനിയുടെ ഇന്റർഫേസ് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഞാൻ അങ്ങനെ ഷെയർ ചെയ്യണോ? എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഓക്കെ. ഞാൻ വിചാരിച്ച സ്ക്രീൻ എടുക്കുമ്പോ എല്ലാം കാണുമോ. ഇപ്പോഴോ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നേരത്തെ PDF ഒരു നമ്മളൊരു സൈക്കിള് കണ്ടു അല്ലേ, ആപ്പ് ചെയ്തത് കണ്ടില്ലേ? അത് കണ്ടു നമ്മൾ. അപ്പോ ഞാൻ അതെടുക്കുക.
ആ പടം എടുത്തു. ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്തു, ജെമിനിയിൽ പേസ്റ്റ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ PDF ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, PDF ക്വസ്റ്റ്യൻ എന്താ? ഇമാജിൻ യുവർ റെസ്പോൺസിബിൾ ഫാർമേഴ്സ് വിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? അതല്ലേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനോടൊരു ഇതെങ്ങനെയാ ഉത്തരം പറയുന്നത് നോക്കാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ വിളിട്ട് നമ്മൾ ആ പടവും കൊടുത്തു, ആ സിസ്റ്റം മാപ്പിങ്ങിന്റെ പടവും കൊടുത്തു. സ്ക്രീൻ കണ്ടല്ലോ അല്ലേ? ഇതെങ്ങനെയാ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം. ഓ, ഇത് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. കണ്ടല്ലോ അല്ലേ? ആ നമ്മുടെ ക്വസ്റ്റ്യന്റെ അത് ആ സൈറ്റിൽ നിന്ന് എടുത്തായിരിക്കും അത്. അതിലെ കീ കമ്പോണൻസ്, ഫാർമേഴ്സ്, അതൊക്കെ വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ഷൻ, ഫീഡ്ബാക്ക് ലൂപ്പ്. എനിവേ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയില്ലേ? ആ സിസ്റ്റം മാപ്പ് ഫോർ ഫാർമേഴ്സ്, പ്രൊഡ്യൂസ്, മാർക്കറ്റ് ആക്സസ്. ഓക്കെ, ബയേഴ്സ്, കൺസ്യൂമേഴ്സ്, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ഷൻ, ഫീഡ്ബാക്ക് ലൂപ്സ്. ഓക്കെ, അതവിടെ കിട്ടി. യെസ്, നമ്മൾ വീണ്ടും ആ PDF പോവാണ്. ഇതില് ഈ PDF ഇതില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം എ ഫ്യൂ ഗവൺമെന്റ് വെബ്സൈറ്റ്സ് യു ക്യാൻ ഗെറ്റ് ഓപ്പൺ സോഴ്സ് ഡേറ്റ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡേറ്റ എക്സ്പ്ലോറേഷൻസ് ആണ്. ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ വന്നിട്ടുണ്ട്. ഈ ആൻസേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിഷ്വൽ ഈ വാർ ഗ്രാഫിനകത്ത് പല ഗ്രാഫിന്റെ പടം വരും, ലൈൻ ചാർട്ട്, ട്രീ ഡയഗ്രാം, അതൊക്കെ നമുക്ക്. ഇത് നമുക്ക് നെയിം ഓഫ് ദ റെപ്രസെന്റേഷൻ, വൺ ലൈൻ ഡിസ്ക്രിപ്ഷൻ, ആ വിഷ്വലൈസേഷൻ ടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോം ഫില്ല് അത് പറഞ്ഞു. സ്കെച്ച് ഡയഗ്രാംസ്, which data feature are going to represent. Data feature ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത്. Which representation are we going to use for this data feature? പറഞ്ഞു നമ്മള് ഡേറ്റ എക്സ്പ്ലോറേഷൻ. ഇനി മോഡലിംഗ്. ഈ മോഡലിംഗ് മുതൽ നമുക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മോഡലിംഗ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? Students are introduced to common regression, classification and clustering models. Introduced to decision tree algorithms as an example of rule-based models. List of common regression classification. Learning AI processor, AI, ML, DL. അതിന്റെ ഡിഫറൻഷിയേഷൻ. പിന്നെ ഇത് നമ്മൾ സാധാരണ ഇതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണാറുണ്ട്. Software to train itself to perform tasks. Vast amount of data in deep learning. Huge amount of data. What makes machine intelligent? How can a machine be artificial intelligence? Can artificial intelligence set to human? ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ലേണിംഗ് ബേസ്ഡ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന പല മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഉള്ളത്. ഒരു പഴയ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന റൂൾ ബേസ്ഡ്. ആ റൂൾ ബേസ്ഡ് അപ്രോച്ച്
റൂൾ ബേസ്ഡ് അപ്രോച്ച് ആണ് പറയുന്നത്. refers to the AI modeling where the rules are defined by the developer. The machine follows the rule or instructions mentioned by the developer and perform the task accordingly. For example, we have a data set which tells us about the condition on the basis of which we can decide if child can go out to play golf or not. The parameter outlook, temperature, humidity. വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഉം. അതായത് ഒരു ആ കുട്ടിക്ക് കളിക്കാൻ പുറത്തേക്ക് പോകാനുള്ളതാണ്. അതിനെ ബേസ് ചെയ്ത ഒരു കാര്യം പറയുന്നത്. ഉം. അത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് ഒക്കെ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥ അമേരിക്കൻ ആണ്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. Now let us take a various possibilities of these parameters and see in which case the children may play of golf. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മഴയില്ലെങ്കിൽ കളിക്കാൻ പോകും, അങ്ങനെ ഒരു സംഭവം. അത് റൂൾ ബേസ്ഡ് ആയിട്ട് പറയുകയാണ് ഇവിടെ. The machine trains on this data and how it's ready to be tested. Temperature is equal to normal. ഈ ഓവർകാസ്റ്റ് എന്താണെന്ന് അറിയോ? ഈ കാലാവസ്ഥയിൽ ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ റെയിനി അല്ല, സണ്ണി അല്ല, അതിനിടക്കുള്ള അവസ്ഥ, അതായത് ഒരു മേഘാവൃതമായ അവസ്ഥ, അതാണ് ഓവർകാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ drawback of feature is approach is that the learning is static. The machine once trained does not take into consideration any changes made in the original training data set. റൂൾ ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇത് നമുക്ക് ഏകദേശം ഓർക്കാവുന്ന കാര്യമുള്ളൂ. റെയിനി ആണെങ്കിൽ ഹോട്ട് ആയിരിക്കും, ഓവർകാസ്റ്റ് ആണെങ്കിലും ഹോട്ട് ആകാം, സണ്ണി ആണെങ്കിലും മൈൽഡ് ആയിരിക്കും ടെമ്പറേച്ചർ, റെയിനി. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ എസ് ഓർ നോ പറയാം. ആ എസ് ഓർ നോ പറയുന്നതാണ് റൂൾ ബേസ്ഡ് AI മോഡൽ. ഇത് നമുക്ക് ചില ഇഫെൽസും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്വിച്ച് കേസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലേ? ഇങ്ങനെയല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു AI കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു AI കുറിച്ചാണ് പറയുന്നത്. ഈ ഫാൾസും ട്രൂ മനസ്സിലാവുമല്ലോ അല്ലേ? അതായത് സണ്ണി, വെയിലുള്ള സമയമാണ്, കാറ്റുണ്ട്,